നമസ്കാരം. വയനാട്ടിൽ നിന്ന് ഉറ്റവരെയും ഉടയവരെയും തേടിയിറങ്ങുന്ന മനസ്സലിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായി തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വിവരം. ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളെ അടക്കം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാ ദൗത്യ സംഘം. മായയും മർഫിയും എന്ന് അടങ്ങുന്ന പോലീസ് നായ്ക്കളടക്കം ഇവിടെ രക്ഷാദൗത്യത്തിനായി എത്തും എന്നാണ് വിവരം. മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് ഈ മായയും മർഫിയുമെല്ലാം. നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടെ ഇവിടെ എത്തുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. 4 വർഷം മുമ്പുണ്ടായ പെട്ടിമുടി ദുരന്തത്തിലെ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയ മായ ഇപ്പോൾ ഏറെ പ്രതീക്ഷയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഓരോ നിമിഷവും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. മണ്ണിനടിയിലും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ ഇരുകരകളിലും വീടുകൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്തെ വീടുകളെല്ലാം തന്നെ ഒലിച്ചുപോയിരിക്കുകയാണ്. ഇവിടെ 100 കണക്കിന് പേർ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ. മുണ്ടക്കൈയിലേക്ക് ദുരന്തം കൂടുതലായി ബാധിച്ചിട്ടുണ്ട്. അതിനാൽ മേപ്പാടിയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. മുണ്ടക്കൈ പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിന് മറുകരയിലെത്താൻ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാലം പൂർത്തിയാകുന്നതോടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നതാണ് രക്ഷാദൗത്യത്തിന്റെ പ്രതീക്ഷ. വിവിധ സ്ഥലങ്ങളിലേക്ക് NDRFന്റെ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സേനയുടെ ഹെലികോപ്റ്റർ സംഭവ സ്ഥലത്ത് എത്തുമെന്നും ഇതിനുശേഷം മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും MP രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം വിഷയത്തിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് വിവരം. മൂവരുടെയും നിർദ്ദേശപ്രകാരം നിലവിൽ കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര വകുപ്പും ഉറപ്പു നൽകുകയാണ്. മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പ് പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും വീതം ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രം പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അടിയന്തര സഹായം എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പും നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വേഗം പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടതെന്നതാണ് വിവരം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സുരേഷ് ഗോപിയുടെ ഫോൺ കോൾ വന്നതിന് പിന്നാലെ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. രക്ഷാദൗത്യത്തിന് സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘങ്ങളാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നുമൊക്കെ എത്തും. കഴിവതും രാത്രിക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘം ഉദ്ദേശിക്കുന്നത്. കാരണം രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത്, അതും ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു പ്രദേശത്ത് രാത്രിയിലുള്ള രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരിക്കും എന്നതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ രാത്രിക്കുള്ളിൽ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും രക്ഷാദൗത്യ സംഘം ഉദ്ദേശിക്കുന്നത്.